ഹലോ കൂട്ടുകാരെ, ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു അടിപൊളി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക മസാലയ്ക്ക്. നോൺ വെജൊക്കെ മാറി നിൽക്കും. നമ്മളിത് ഇനി വെണ്ടയ്ക്ക കിട്ടി ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, അത്ര രുചിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു 1/2 കിലോ പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടും മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക വേണം. ഇനി നമുക്കത് കഴുകി എടുത്തിട്ട് അതിൻ്റെ 2 അറ്റം മുറിച്ച് കളയാം. എന്നിട്ട് ഇത് ഓരോന്നും എടുത്ത് ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് പല രീതിയിൽ കറി വയ്ക്കാറുണ്ട്. വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാറുണ്ട്, അതുപോലെ തോരൻ വയ്ക്കാറുണ്ട്, പിന്നെ തീയൽ വയ്ക്കാറുണ്ട്, സാമ്പാറിലിടാറുണ്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. എത്ര വെണ്ടയ്ക്ക കഴിക്കാത്തവരും കഴിച്ചു പോകും, അത്ര രുചിയാണ്. ഇതായിപ്പോൾ എല്ലാം നമ്മളിതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഞാനൊരു 10-30 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി. ഇത് എൻ്റെ കയ്യിലുള്ളത് വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി പൊളിച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗൺ ആവണം. വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. വെളുത്തുള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ഉള്ളിയും മുളകും എല്ലാം വഴറ്റിയത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിരുന്ന ആ വെണ്ടയ്ക്ക അത് വറുത്തെടുക്കാം. ഇപ്പം മിക്കവാറും പേർക്ക് വെണ്ടയ്ക്ക കഴിക്കാനും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇതുപോലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. ഇപ്പോൾ വെണ്ടയ്ക്ക ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു കറി നമുക്ക് ചോറിന്, ചപ്പാത്തിക്ക്, അപ്പത്തിന്, പൊറോട്ടയ്ക്ക് എന്തിനും അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞ് അങ്ങനെ ക്രിസ്പി ആവണ്ട, നല്ല പോലെ സോഫ്റ്റായി കിട്ടണം. അതുപോലെ ഇങ്ങനെ വെണ്ടയ്ക്ക ചെയ്യുമ്പോൾ വെണ്ടയ്ക്കയിലെ ആ വഴുവഴുപ്പുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. കണ്ടോ, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാകം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ വെണ്ടയ്ക്ക് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 8-9 അണ്ടിപ്പരിപ്പ് അതും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അതും നമ്മൾ നേരത്തെ വാങ്ങി വെച്ചേക്കുന്ന ആ ഉള്ളിയും മുളകും വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി അരിഞ്ഞത്, ഒരു
ഇടത്തരം തക്കാളി നന്നായിട്ട് പഴുത്തത് അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് കൊണ്ടുപോയി അരച്ചെടുക്കുക. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിതെല്ലാം വറുത്തെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 1/4 സ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ വെള്ളം കൊണ്ട് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഈ അരപ്പ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ആ തക്കാളിയുടെ പച്ചച്ചുവയെല്ലാം മാറി കിട്ടും. ഇപ്പോൾ എണ്ണ നല്ലപോലെ തെളിയുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ മസാലക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അധികം പുളിയില്ലാത്ത തൈര്, ഒരു സ്പൂണോളം തൈരും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി, അതുപോലെ തക്കാളി അരച്ചതിൻ്റെയൊക്കെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അധികം വെള്ളം വേണ്ട കേട്ടോ. ഇത് ശരിക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എണ്ണയൊക്കെ അരികിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേവി തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തീ കൂട്ടിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതൊക്കെ തിളച്ച് മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇതുപോലെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വെണ്ടയ്ക്ക ചേർത്തിട്ട് അധിക സമയം ഇളക്കുകയൊന്നും ചെയ്യണ്ട. പതുക്കെ ആ ഗ്രേവിയിലേക്ക് എല്ലാം കൂടി ഒന്ന് മുക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു 5-8 മിനിറ്റ് സാവധാനം ഇരുന്ന് തിളച്ച് ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഗ്രേവിയുടെ പാകം. അപ്പോൾ ഈ സമയത്ത് തീ കുറച്ചിടുക. എന്നിട്ടത് തിളച്ച് കുറച്ചുകൂടി കുറുകണം. കണ്ടോ? അപ്പോൾ നമ്മുടെ മസാല, വെണ്ടയ്ക്ക മസാലയുടെ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് കറി പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചേർത്ത ഉപ്പ് പാകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നോൺ വെജൊക്കെ മാറ്റി വയ്ക്കും നമ്മൾ ഇങ്ങനെ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്